ജാനകി അമ്മയ്ക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ പ്രണാമം അർപ്പിക്കുന്നു. ജാനകി അമ്മയെന്ന് പറയുന്നത് നമ്മുടെയൊക്കെ അമ്മയാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു ഗായികയാണ്. ഒരുപാട് നല്ല നല്ല പാട്ടുകൾ നമുക്ക് സമ്മാനിച്ച ആ അമ്മയ്ക്ക് 1000 പ്രണാമം. പിന്നെ അമ്മയുടെ ഒരു പാട്ടിൻ്റെ 2 വരി ഞാൻ പാടാം. മഴവിൽ കൊടി കാവടി അഴകു വിടർത്തിയ മാനത്തെ പൂങ്കാവിൽ തുമ്പിക്കും അവളുടെ മക്കൾക്കും തീരുണ്ടോ. മഴവിൽ കൊടി കാവടി അഴകു വിടർത്തിയ മാനത്തെ പൂങ്കാവിൽ തുമ്പിക്കും അവളുടെ മക്കൾക്കും തീരുണ്ടോ. അപ്പോൾ ഇതിടക്കും 100 പാട്ടുകൾ. ദൈവമേ, ഇത്ര നല്ലൊരു ഗായിക ഈ ഭൂമിയിൽ ഉണ്ടാവാനുമില്ല, ഇത് ഉണ്ടാകത്തുമില്ല. അത്ര നല്ല ഗായികയായിരുന്നു. അപ്പോൾ അമ്മ മരിച്ചത് നല്ല സങ്കടമുണ്ട്. പക്ഷേ അമ്മ ഇനിയും വേറൊരു രീതിയിൽ ഭൂമിയിൽ അവതരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നാളെ നമ്മളെ കർക്കിടകമാണ്. പണ്ടൊക്കെ കർക്കിടകം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഓണത്തിൻ്റെ പകുതിയാണ്. ഞങ്ങൾക്കല്ല, എല്ലാവർക്കും. അന്നത്തെ ഞങ്ങളുടെ ആ 80-90 ആൾക്കാർക്ക് സത്യം പറഞ്ഞാൽ കർക്കിടകം എന്ന് പറയുന്നത് ഓണം തന്നെയാണ്. ഭയങ്കര ആഘോഷം. കർക്കിടകത്തിൻ്റെ തലേന്ന് ഞങ്ങൾ ഞങ്ങൾക്ക് വീടെല്ലാം വൃത്തിയാക്കി. പിന്നെ എനിക്കറിഞ്ഞൂടെ, ഓണം തന്നെ. അപ്പോഴേ ഊഞ്ഞാലിതിനൊക്കെ കർക്കിടകത്തിലേ ഞങ്ങളെ വീട്ടിലിടും, വലിയ ഊഞ്ഞാലൊക്കെ ഇടും. അപ്പോൾ ഓണത്തിൻ്റെ വഴിയാണ് എല്ലാവർക്കും. കർക്കിടക മാസമായിട്ട് രാമായണ മാസമാണ്. അമ്പലങ്ങളിലൊക്കെ പോകണം, പ്രാർത്ഥിക്കണം. എല്ലാവർക്കും നല്ലത് വരാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം. പിന്നെന്തുവാ, പിന്നെ ഓണത്തിൻ്റെ ഒരുപാട് നല്ല നല്ല കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ വരും വീഡിയോയിൽ പറയാം. പിന്നെ 2 ദിവസം ഞാൻ വീഡിയോ ഇട്ടില്ല. എനിക്ക് തൊണ്ടയ്ക്ക് ചെറിയൊരു ഇതുണ്ടായിരുന്നു. അപ്പോൾ മാറിയിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല. പക്ഷേ എൻ്റെ മനസ്സ് നിറച്ച് ഇപ്പോഴും നമ്മുടെ അമ്മയാണ്, ജാനകി അമ്മയാണ്. അപ്പോൾ ജാനകി അമ്മയെക്കുറിച്ച് ഓർക്കുമ്പം തന്നെ നല്ല സങ്കടമുണ്ട്. നിങ്ങൾക്കെല്ലാവർക്കും അങ്ങനെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം നാളെ കർക്കിടകമാണ്. എല്ലാവർക്കും നല്ലത് വരട്ടെ. അപ്പം നാളെ ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം.